ആർ.എസ് സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷും ചേട്ടനും അനിയന്മാരെല്ലാവരും കിടക്കുന്നു ഉറങ്ങാൻ പോവുക. അപ്പോഴത്തേക്കും കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിധിയെ. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പോയി നോക്കുമ്പോഴത്തേക്കും കഥ തുറക്കുന്നുണ്ട് നിധി. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്താ ഉറക്കം വരുന്നില്ലേ? ഞങ്ങളിവിടെ ആണുങ്ങളുള്ളത് കൊണ്ടാണോ ഉറക്കം വരാത്തത്? സുധീഷിനെ കൂടെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അങ്ങനെ കഥകൊക്കെ പൂട്ടി. എന്നാലും ഒരു വിശ്വാസമില്ലായ്മ ഉണ്ട്. വിശ്വാസമില്ലായ്മ ആർക്കുണ്ട്? നമ്മൾ നിധിക്കുണ്ട്. കാര്യം എന്തെന്നാൽ അവിടെ കസേരയും എല്ലാം എടുത്ത് വെച്ചിട്ടാണ്, ഈ ഡോറിൽ കുറ്റിയിട്ടിട്ട് കസേരയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിധി കിടക്കാൻ പോകുന്നത്. ഇന്നലെ ഉറക്കം വരുന്നില്ല. അങ്ങനെ നിധി ഉറങ്ങാൻ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ചേട്ടന്മാർ പറയുന്നുണ്ട്, എന്താ എന്താ അവൾ പറഞ്ഞേ? ഇല്ല, അവൾക്ക് ഇത്രയും പേര് ആദ്യമായിട്ടല്ലേ ഇത്ര ആണുങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുന്നേ, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയത്. ഉറങ്ങിയതും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, കിടന്ന് ഉറങ്ങിക്കോളാൻ. അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കസേരയൊക്കെ മാറ്റി കുറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോവുക. അപ്പോഴത്തേക്കും സുധീഷിൻ്റെ ഏറ്റവും അനിയൻ കുളിക്കാൻ കയറിയിരിക്കുക. അങ്ങനെ ഇങ്ങനെ ഫ്രഷ് ആവാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നുണ്ട് അനിയനെ വിളിക്കാൻ വേണ്ടി. അങ്ങനെ അനിയൻ ഇങ്ങനെ ഇറങ്ങി സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുക. ഇറങ്ങി ഉടനെ നിൽക്കുന്ന കണ്ടിട്ട് ഉടനെ പറയും, ഞാൻ കിണറ്റിൻ്റെ ഇരുന്ന് കുളിക്കാമെന്ന് പറഞ്ഞ് പോവുക. അപ്പോഴത്തേക്കും നിധി കുളിക്കാൻ കയറി അവരെ ബാത്റൂം ഇങ്ങനെ നോക്കുക. നിധി വളർന്ന വീട്ടിലെ സാഹചര്യം പോലെയല്ല ഇവിടുത്തെ, അതെല്ലാം നോക്കി കാണുന്നുണ്ട് അവൾ. അങ്ങനെ കുളിച്ചിറങ്ങുന്നുണ്ട് നിധി എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? അപ്പോഴത്തെ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ല, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തനിക്ക് പറഞ്ഞു തന്നെന്ന് പറയുക ചേട്ടന്മാരുടെ അടുത്ത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ ചായയൊക്കെ ഇട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നല്ല ചായയൊക്കെ ഇടണം കേട്ടോ, നല്ല ചായയും കോഫിയൊക്കെ കുടിച്ച് വളർന്നതാവളാ ആ വീട്ടിൽ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്കിടാൻ പറ്റുന്ന രീതിയിൽ ഞാനിടും. അപ്പം സുധീഷിൻ്റെ അനിയനും പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, താൻ തന്നെ പോയി ഇട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അവരെപ്പോഴും അടിയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം മതി അവർ തമ്മിൽ അടി കൂടാൻ. എന്നാൽ നിധി വന്ന ശേഷം സംസാരമേ ഉള്ളൂ, അടിയായിട്ടൊന്നും ഇതുവരെ ഉണ്ടായില്ല അവർ തമ്മിൽ. അങ്ങനെ ഒരു അച്ഛൻ ഭാസ്കരനാണെങ്കിൽ സൈക്കിളിൽ പോവുക ചായ കുടിക്കാൻ റോഡിൽ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എന്തെന്നാൽ എല്ലാവരും പണ്ടേ ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്കും കളിയാക്കുമായിരുന്നു, നിൻ്റെ വീട്ടിൽ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അത് മാത്രമല്ല, കല്യാണം വരുമ്പോൾ അവിടെ തന്നെയുള്ള ഒരു നാട്ടുകാരൊക്കെ പറഞ്ഞ് മുടക്കി വിടുമായിരുന്നു. എന്നാൽ അവർ മുമ്പിൽ കൂടെ തന്നെ ഭാസ്കരൻ വന്ന് പറയുക, നിങ്ങളൊക്കെ അറിഞ്ഞോ, എൻ്റെ വീട്ടിലൊരു കല്യാണം നടന്നു, ഒരു കുട്ടി വന്നു, അതും വലിയ വീട്ടിലെ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ, കല്യാണമായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും വിളിച്ചിട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അളിയൻ. അങ്ങനെ പിടിച്ചു നിർത്തി പറയുക, നീ കേൾക്കണം, നീ കേൾക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നീ പറയുമല്ലോ എൻ്റെ വീട്ടിൽ കല്യാണം നടക്കില്ല എന്ന്. ഇപ്പം എങ്ങനെയുണ്ട്, ഒരു കൊച്ചിനെ കൊണ്ടുവന്നു ഞങ്ങളുടെ വീട്ടിൽ എന്ന് വീണ്ടും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോഴാ നിങ്ങൾക്കൊക്കെ സന്തോഷമായതല്ലേ? അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സങ്കടമായല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഭാസ്കരൻ പറയുക, ഇനി ആരെയും ഇതുപോലെ പറയരുത്, പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിട്ടാണ് ഇപ്പം എൻ്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെ ചായയും കുടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ ചേട്ടന് ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക നിധിക്ക്. അങ്ങനെ നിധി ആണെങ്കിൽ കുളിച്ചിട്ട് തുണി അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ അലക്കിത്തരാം. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അലക്കിക്കൊള്ളാമെന്ന് പറയുന്നു. അങ്ങനെ അലക്കുകലൊക്കെ കാണിച്ചു കൊടുത്ത് നിധി അലക്കാൻ വേണ്ടി പോവുക, തുണി അലക്കാൻ വേണ്ടി. അങ്ങനെ ചേട്ടനാണെങ്കിൽ ചായ ഇട്ട് കൊണ്ട് കൊടുക്കുക. അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ചായ കൊടുത്തയക്കുക സുധീഷിൻ്റെ കയ്യിൽ. അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിധിയുടെ അച്ഛൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുക. അപ്പോഴത്തേക്കും നിധിയുടെ അമ്മ പറയുന്നുണ്ട്, എന്നാലും ഞങ്ങളെയോ അച്ഛനെയോ ഒന്നും ഓർക്കാതെ അവൾ പോയില്ലേ, എന്നാലും ഇത്ര മാത്രമേ ഉള്ളൂ അവൾക്ക് ഞങ്ങളുടെ സ്നേഹം.
ഇപ്പം വന്ന അവനാണോ അവൾക്ക് വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഐ സിയിൽ കിടക്കുന്ന നിധിയുടെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിലറിയുന്നു എന്ന് പറയുന്നത് സുധീഷ് പറയുന്നത്. അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലായെന്ന കാര്യമൊക്കെ നിധിയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്.